ഹായ് ഹലോ ഓൾ, HB സയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിന്റെ രണ്ടാമത് മൊഡ്യൂളായ ഓസിലേഷൻസിലെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജിക്ക് ശേഷം നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് സ്മോൾ എം. ഒരു സ്മോൾ എം മാസ് ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുക. അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കും. അതെന്ത് ചെയ്യും? റൈറ്റ് സൈഡിലെ ഒരു പോയിന്റിലേക്ക് ആദ്യം ഡിസ്പ്ലേസ് ചെയ്യും. ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പിയിലേക്ക് പോകും അല്ലേ. വീണ്ടും അത് മെയിൻ പോയിന്റിലേക്ക് എത്തും. വീണ്ടും അങ്ങോട്ടേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോകും. അങ്ങനെയാണല്ലോ പഠിച്ചത് നമ്മൾ അല്ലേ. അതായത് ഇതൊരു പെൻഡുലം ആണെങ്കിൽ ആദ്യം ഇത് മെയിൻ പോയിന്റിൽ ഇരിക്കും. അതാണ് ഈ എം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒ എന്ന് പറയുന്ന ഈ പോയിന്റ്. ആ പോയിന്റിൽ എങ്ങോട്ടേക്ക് പോകും? ഒരു പി മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോകും. വീണ്ടും ഈ ഒ പോയിന്റിലെത്തും. വീണ്ടും എങ്ങോട്ടേക്ക് പോകും? ക്യൂ എന്ന് പറയുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോകും. വീണ്ടും ഒയിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മെയിൻ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് മിനിമം ആയിരുന്നു? പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരുന്നു അല്ലേ. ബട്ട് എക്സ്ട്രീം പോയിന്റ് എത്തിയപ്പോഴോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയി അല്ലെ. ഇവിടത്തെ എക്സ്ട്രീം പോയിന്റിലും പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായി? മാക്സിമം ആയി. ഇനി ഇൻ കേസ് ഓഫ് കൈനറ്റിക് എനർജി ആണെങ്കിലോ, കൈനറ്റിക് എനർജി ആണെങ്കിൽ എങ്ങനെയാ? നേരെ തിരിച്ചായിരുന്നു അല്ലേ. മിനിമം പോയിന്റ് എത്തിയപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെയായി? മാക്സിമം ആയി. കൈനറ്റിക് എനർജി മാക്സിമം ആയി. എക്സ്ട്രീം പോയിന്റിൽ കൈനറ്റിക് എനർജി മിനിമം ആയി അല്ലേ. എക്സ്ട്രീം പോയിന്റിൽ കൈനറ്റിക് എനർജി മിനിമം ആയി. ക്ലിയർ അല്ലേ? ഇത്രയാണ് പഠിച്ചത്. അതായത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എവിടെയാ കിട്ടിയത്? നമുക്ക് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഇസ് ഈക്വൽ ടു എത്രയെന്നാ കിട്ടിയത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി അറ്റ് എക്സ്ട്രീം പോയിന്റ് അല്ലേ. അറ്റ് എക്സ്ട്രീം പോയിന്റ്. അടുത്ത് നമുക്ക് പൊട്ടൻഷ്യൽ മിനിമം എവിടെ നിന്നാണ് കിട്ടിയത്? മിനിമം അത് 0 എന്നാ കിട്ടിയത്. എവിടെ? അറ്റ് മീൻ പോയിന്റ്. അറ്റ് മീൻ പോയിന്റ്. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ, കൈനറ്റിക് എനർജി മാക്സിമം എവിടെയാ കിട്ടിയത്? എത്രയെന്നാ കിട്ടിയത് നമുക്ക്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടി. അറ്റ് വെയർ? അറ്റ് മീൻ പൊസിഷൻ അല്ലേ. ഇനി മിനിമം എവിടെയാ കിട്ടിയ കൈനറ്റിക് എനർജി? 0 എന്നാ കിട്ടിയത്. അറ്റ് എക്സ്ട്രീം പോയിന്റിലാണ് അല്ലേ. ഇത് കാണാത്തവരാണെങ്കിൽ കാണുക. നമ്മുടെ ചാനലിലെ ഓസിലേഷൻ എന്ന പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനും പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനും. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാവൂ? ഈ വീഡിയോ കാണാവൂ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? സോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഇ എത്രയാണെന്ന് എന്ത് ചെയ്യണം? എനിക്ക് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം വാട്ട് ഈസ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി മീൻസ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണല്ലേ. ഇനി വാട്ട് ഈസ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ദാറ്റ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നായിരുന്നു അല്ലേ. രണ്ടിൽ നിന്ന് ഞാൻ എന്ത് കോമൺ ആക്കി എടുക്കുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ടില്ലേ? യെസ്, ഞാൻ രണ്ടിൽ നിന്നും
ഹാഫ് എം ഒമേഗ സ്ക്വയർ കോമൺ ആക്കി എടുത്തു. അപ്പോൾ ഇനി അകത്ത് എന്ത് വരും? ഇവിടെ ഒരു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും, പ്ലസ് ഉണ്ട്. ഇവിടെ എന്ത് വരും? ഒരു എക്സ് സ്ക്വയർ മാത്രം വരും. കാരണം ബാക്കിയുള്ള ഹാഫ് എം ഒമേഗ സ്ക്വയർ ഞാൻ കോമൺ ആക്കി എടുത്തിരുന്നു. ഈ മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. എനിക്കപ്പോൾ എന്തെന്ന് കിട്ടും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇതാണ് the total energy of a harmonic oscillator. ഹാർമോണിക് ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എനർജി ഈക്വൽ എന്ന് കിട്ടി നമുക്ക് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇവിടെ എം എന്ന് പറയുന്ന മാസ് ആണ്. മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഒമേഗ ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. എ ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. കണ്ടോ? ഇത് മൂന്നും കോൺസ്റ്റന്റാ. കണ്ടോ? അതായത് നമുക്ക് എന്ത് പറയാം? ടുഗദർലി വി ക്യാൻ സേ വൺ തിങ്, ദാറ്റ് ഈസ് the total energy of simple harmonic motion or simple harmonic oscillator. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അല്ലേ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, simple harmonic oscillator is a constant. അതായത് അവിടെ നമുക്ക് എന്ത് പറയാം? ബട്ട് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ എന്തെല്ലാം ആകെപ്പാടെയുള്ള എനർജികൾ ഏതൊക്കെയാ? ടോട്ടൽ എനർജി മീൻസ് അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അല്ലേ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് അല്ലേ? വേരി ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ബട്ട് ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ത് ചെയ്യുവാണ്? കൺസേർവ്ഡ് ആണ്. ഇവിടുത്തെ എനർജി എന്തെന്ന് പറയാം നമുക്ക്? ഇറ്റ് ഈസ് കൺസേർവ്ഡ്. ഇവിടുത്തെ ടോട്ടൽ എനർജി എന്തെന്ന് പറയാം? കൺസേർവ്ഡ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? വെരി ഈസി കോൺസെപ്റ്റ് അല്ലേ പറഞ്ഞാൽ ഞാൻ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒരു കർവ് ഇവിടെ സെറ്റ് ചെയ്യാം. ഒരു കർവ് വരയ്ക്കാം. ഞാനൊരു ആക്സിസ് വരയ്ക്കാൻ വേണ്ടി പോവാം. സോറി, നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കുക. ഇതാണ് ആ കർവ്. ഞാൻ ഇതിന്റെ y ആക്സിസിൽ എനർജിയെ പ്ലോട്ട് ചെയ്തു. എനർജി ഈസ് ഓൺ ദ y ആക്സിസ് ആൻഡ് ഞാൻ ഇനി ഡിസ്പ്ലേസ്മെന്റിനെ x ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് അതായത് മൈനസ് എക്സ് ഇങ്ങോട്ടായിരിക്കുമല്ലോ, കാരണം ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് ആയിരിക്കുമല്ലോ, ഇങ്ങോട്ടേക്ക് പ്ലസ് എക്സ്. ഓക്കെ അല്ലേ? നൗ ഞാൻ ഇനി പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പോവാം. ആദ്യം ഇതാണ് മീൻ പോയിന്റ്. ഇറ്റ് ഈസ് മീൻ പോയിന്റ് എന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് മീൻ പോയിന്റ്. മീൻ പോയിന്റ് നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നല്ലേ പഠിച്ചത്? ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എങ്ങനെയായിരിക്കും? റിമൈൻസ് കോൺസ്റ്റന്റ് എന്നല്ലേ പഠിച്ചേ? അതായത് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. ഇവിടുത്തെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജി എപ്പോഴും എങ്ങനെയായിരിക്കും? ചേഞ്ച് ചെയ്യത്തില്ല, കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ടോട്ടൽ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് കോൺസ്റ്റന്റാ. അങ്ങനെയല്ലേ പഠിച്ചത് നമ്മള്? യെസ്. ഇനി മീൻ പോയിന്റ് എടുത്തു. മീൻ പോയിന്റിൽ എന്ത് സീറോ ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും. ആണല്ലോ? മീൻ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിരിക്കും എന്നാ പഠിച്ചത്. അതായത് മീൻ പോയിന്റ് എടുക്കുവാണെങ്കിൽ മീൻ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ. സീറോ ആണല്ലോ? ഓക്കെ. ഇനി എവിടെയാ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നേ? അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്. ഈ എക്സ്ട്രീം പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കും. ഇതാണ് എക്സ്ട്രീം പോയിന്റ് എന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ വരച്ചു. ഇതാണ് എക്സ്ട്രീം പോയിന്റ് എന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് പി. ഇതാണ് അടുത്ത എക്സ്ട്രീം പോയിന്റ് ക്യൂ. ആണല്ലോ? പി എന്ന് പറഞ്ഞ പോയിന്റിലാണല്ലോ മാക്സിമം എന്തുണ്ടാവുന്നേ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നേ. ഇനി മാക്സിമം പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? വി മാക്സ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ നമ്മൾ എന്നാ പഠിച്ചേ?
What is the equation of maximum potential energy? That is half m omega square a square. അതായത് എന്തിന്റെ വാല്യൂന് ഈക്വൽ ആ? അത് ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇയുടെ വാല്യൂവിന് ഈക്വൽ ആണ്. ആണോ അല്ലേ? നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനും ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും എന്ത് തന്നെയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ഞാൻ ഇവിടെ നിന്ന് റബ്ബ് ചെയ്യുവാണ് കാരണം എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ വി മാക്സ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്തിന് ഈക്വൽ ആണ്? ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലേ? ഞാനത് താഴെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. അത് എന്തിന് ഈക്വൽ നമുക്ക് മനസ്സിലായി. നമ്മൾ പിന്നീട് ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ കണ്ടുപിടിച്ചപ്പോൾ എന്ത് തന്നെ കിട്ടി? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാണ് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ ആണല്ലോ. ഇനി എവിടെയാ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ടിരിക്കുന്നത്? അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്. അതായത് എക്സ്ട്രീം പോയിന്റ് ആദ്യം എവിടെ വരുന്നത്? പി ആ വരുന്നത്. പിയുടെ എവിടെ നമ്മൾ പോയിന്റ് ചെയ്യും? ഈ ടോട്ടൽ എനർജി എന്ന ഈ കർവിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഒന്നുണ്ടാ, ഇവ രണ്ടും ഈക്വലാ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു. ഇവിടെ എന്ത് കൂടുതലായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ ആയിരിക്കും ആണല്ലോ. അതുപോലെ എനിക്ക് എവിടെയും വരയ്ക്കാം. ഈ ലെഫ്റ്റ് സൈഡിലെ ക്യൂവും എക്സ്ട്രീം പോയിന്റ് ആണ്. അവിടെയും എന്ത് മാക്സിമം ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണല്ലോ. ഇനി ഇൻ ദ കേസ് ഓഫ് കൈനറ്റിക് എനർജി ആണെങ്കിലോ? നമുക്കിത് വരച്ചിട്ട് പോവാം അല്ലേ? സോ നോക്ക്, ഇവിടെ വി മാക്സിന്റെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാണ്. ഈ ഇക്വേഷൻ എന്തിനെ സിമിലർ എന്ന് അറിയാമോ? ഇതൊരു പാരാബോളയുടെ ഇക്വേഷൻ സിമിലർ ആണ്. ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു പാരാബോള അല്ലെങ്കിൽ പാരാബോളിക് ഇക്വേഷൻ. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ രണ്ട് പി മാക്സിനെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം മാക്സിമം ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജി, ബട്ട് മീൻ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ? ദാറ്റ് ഈസ് കുറഞ്ഞു വരുന്നു. മീൻ പോയിന്റ് എത്തുമ്പോൾ തീരെയും കുറയുന്നു. ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും കൂടുന്നു. എക്സ്ട്രീം പോയിന്റ് ആകുമ്പോൾ മാക്സിമം. ക്ലിയർ അല്ലേ? ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ. ഇനി ഇൻ ദ കേസ് ഓഫ് കൈനറ്റിക് എനർജി ആണെങ്കിലോ? പറയൂ. മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തോന്നാ? നമ്മൾ എന്തെന്നാ എഴുതിയത്? മാക്സിമം കൈനറ്റിക് എനർജി അതും എന്ത് തന്നെ എഴുതിയത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ തന്നെയാണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ അല്ലേ? അപ്പോൾ മാക്സിമം എവിടെയാ? ബട്ട് അത് എക്സ്ട്രീം പോയിന്റിലല്ല. മാക്സിമം എവിടെയാണ്? മീൻ പോയിന്റിലാണ്. അപ്പോൾ മീൻ പോയിന്റിന് നേരെയുള്ള ഇയുടെ പോയിന്റ് എവിടെയാ? ഇതല്ലേ? സോ ഇവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? മാക്സിമം കൈനറ്റിക് എനർജി. ഇനി എവിടെയൊക്കെ മിനിമം? എക്സ്ട്രീം പോയിന്റിൽ എന്ത് മിനിമം ആണ്? കൈനറ്റിക് എനർജി മിനിമം ആണ്. ഇവിടത്തെ എക്സ്ട്രീം പോയിന്റിലും കൈനറ്റിക് എനർജി മിനിമം ആണ്. അതായത് മാക്സിമത്തിൽ നിന്ന് എന്ത് ചെയ്യും? അത് കുറഞ്ഞു താഴേക്ക് വരും. അവിടത്തെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? ഒരു പാരാബോളിക് ഇക്വേഷൻ തന്നെയാണ് അല്ലേ? ഇവിടെയും കുറഞ്ഞു വരും. സോ ദിസ് ഈസ് ദ ടോട്ടൽ എനർജി കർവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി കർവ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജി കർവ് പ്ലോട്ട് ചെയ്യാൻ പറയും. ഇതാണ്, കാണാൻ പഠിച്ചുകൊണ്ട് പോകരുത്. ഇതാണ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? പോവുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്? താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസസ്. താങ്ക് യു വെരി മച്ച്.